ട്യൂട്ടോറിയൽ. ഇന്നത്തേതൊരു റിവിഷൻ മോക്ക് ടെസ്റ്റ് ആണ്. നേരത്തെ ഞാൻ ടോപ്പിക്ക് തന്നിരുന്നു. ടോപ്പിക് എന്ന് പറയുന്നത് ജെൻഡർ റോൾസ്, ജെൻഡർ ബയാസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ പ്രെജുഡീസസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനും, അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനുമായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അതിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ ജെൻഡർ റോൾസ്, പ്രെജുഡീസസ്, ഡിസ്ക്രിമിനേഷൻ, ബയാസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചോദ്യങ്ങളൊന്നും ഉൾപ്പെടുത്താനില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു 6 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 6 ചോദ്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. അതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 12 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതും പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിലുള്ള പോർഷനാണ്, പ്രതീക്ഷിക്കാവുന്ന പോർഷനാണ്. 1 മാർക്ക് മസ്റ്റായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റണം ഈ ഒരു പോർഷനിൽ നിന്ന്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോവുകയാണ്. ഈ ജെൻഡർ റോൾസ്, പ്രെജുഡീസസ്, ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ ബയാസ്, അതുമായിട്ട് ബന്ധപ്പെട്ട 6 ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം: A mother always tries to meet the need and demands for her son. At the same time, she ignores the genuine needs and demands of her daughter. It can be considered as gender role, gender prejudice, gender discrimination, gender sensitivity. ഇവിടെ ആൻസർ വരുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്, ഇല്ലേ? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വരാൻ കാരണം എന്താണ്? ഇവിടെ പക്ക പറയുന്നുണ്ട്, ഇല്ലേ? എന്താണ്? പെൺകുട്ടിയുടെ ജെനുവിനായിട്ടുള്ള നീഡ്സിനെ ഇഗ്നോർ ചെയ്യുന്നു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു ജെൻഡറിനെ ഇഗ്നോർ ചെയ്ത് മറ്റൊരു ജെൻഡറിന് എന്താണ് ഒരു പ്രത്യേകമായിട്ടുള്ള കെയർ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്. ഇനി അടുത്ത് രണ്ടാമത്തെ ചോദ്യം: Cultural expectation for male and female behavior are called gender roles, gender bias, gender sensitivity, gender discrimination. ആൻസർ ഇവിടെ ഇതാണ്. ഇവിടെ ജെൻഡർ റോൾസ് ആണ്, ഇല്ലേ? അതായത് സൊസൈറ്റി തീരുമാനിക്കുകയാണ് ആണിൻ്റെ ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ പെണ്ണിൻ്റെ ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് സൊസൈറ്റിയുടെ സൊസൈറ്റി പറയുന്നതാണ്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷനാണ്. നമ്മളെ കൾച്ചറിലൂടെ അങ്ങനെ പാടുള്ളൂ എന്ന് പറയുന്നതാണ്. അതെന്താണ്? അത് ജെൻഡർ റോൾസ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ചോദ്യം: In a family, when a boy has been offered reward for all of his achievements, a girl is denied for such reward. This is a gender stereotype, gender bias, gender discrimination, gender equality. ആൻസർ ഇവിടെ ഏതാണ്? ഇവിടെ ആൻസർ ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്. നമ്മൾ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്, വേറൊരു രീതിയിൽ ചോദിച്ചേക്കുന്നതേ ഉള്ളൂ, ഇല്ലേ? അപ്പോൾ അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്. ഇനി അടുത്ത് നാലാമത്തെ ചോദ്യം: ഗേൾസ് കുഡ് നോട്ട് ഡു ദിസ് ജോബ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ എ മെയിൽ ടീച്ചർ ഇൻഡിക്കേറ്റ്സ് gender sensitivity, gender discrimination, gender prejudice, gender equality. ആൻസർ ഇതാണ്. ജെൻഡർ പ്രജുഡീസസ് ആണല്ലോ. അത് ഒരു മുൻവിധി നേരത്തെ കൊടുക്കുകയാണ്. ഗേൾസിനെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളൊരു മുൻവിധി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ജെൻഡർ പ്രജുഡീസസ് ആണ്. നോക്കിയാൽ ടീച്ചറുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് മുന്നേ വർഷത്തെ ചോദിച്ച ചോദ്യമാണ്. ഇനി അടുത്ത് അഞ്ചാമത്തെ ചോദ്യം: ഡാഷ് ഈസ് ദ കൾച്ചേഴ്സ് എക്സ്പെക്റ്റേഷൻ ഫോർ മസ്കുലൈൻ ഓർ ഫീമെയിൽ ബിഹേവിയർ? ജെൻഡർ റോൾ, ജെൻഡർ ഐഡൻറ്റിറ്റി, ജെൻഡർ ബയാസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ആൻസർ ഇവിടെ ഇതാണ്. ജെൻഡർ റോൾസ് ആണ്, ഇല്ലേ? നമ്മളുടെ ആ ഒരു നേരത്തെ പാറ്റേൺ തന്നെയാണ്, വേറൊരു രീതിയിൽ ചോദിച്ചേക്കുന്നേ ഉള്ളൂ. ഇനി അടുത്ത് ആറാമത്തെ ചോദ്യം: ഡാഷ് ഈസ് ദ ടെൻഡൻസി ടു പ്രിഫർ one gender over another? Gender role, gender identity, gender bias, gender discrimination. ഇവിടെ ജെൻഡർ ബയാസ് ആണ്. ഇവിടെ ജെൻഡർ ബയാസിനകത്ത് പറയുന്നുണ്ടല്ലേ, നമ്മൾ എന്താണ്
ഒരു ജെൻഡറിന് പ്രിഫറൻസ് കൊടുക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ മാനിക്കാതിരിക്കുന്നു അങ്ങനെയൊന്നും പറയുന്നില്ല. ഒരു ജെൻഡറിന് മാത്രം പ്രത്യേക പ്രിഫറൻസ് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ജെൻഡർ ബയാസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 6 ചോദ്യങ്ങൾ നോക്കിക്കുക, ഇങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മളുടെ സിലബസിലുള്ള പോർഷനാണ്, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ 6 ചോദ്യങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. എക്സ്പാൻഡ് IEP ഇൻ ഇൻക്ലൂസീവ് സെറ്റപ്പ്, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഇൻഡിവിജ്വലൈസ്ഡ് ഇവാലുവേഷൻ പ്രോഗ്രാം, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പോർട്ട്ഫോളിയോ. Mainstreaming in inclusive education means progressively including and maintaining exceptional students, clustering students with high achievement, clustering students with low achievement, none of the above. ആൻസർ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? പ്രോഗ്രസീവ്ലി ഇൻക്ലൂഡിങ് ആൻഡ് മെയിൻറ്റെയിനിങ് എക്സെപ്ഷണൽ സ്റ്റുഡൻസ് ആണ് അല്ലേ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? എക്സെപ്ഷണൽ സ്റ്റുഡൻസിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എൻകറേജ് സ്ട്രിക്റ്റ് അഡ്മിഷൻ പ്രൊസീജിയർ, ഇൻക്ലൂഡ്സ് ഇൻഡോക്ട്രിനേഷൻ ഓഫ് ഫാക്ട്, includes teacher from marginalized groups, celebrate diversity in the classroom. ആൻസർ ഇവിടെ നമുക്കറിയാലോ, ഇതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സെലിബ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ ദി ക്ലാസ് റൂം ആണ്. ഇനി അടുത്ത നാലാമത്തെ ചോദ്യം, മെയിൻ ആസ്പെക്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്സ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ ആസ്പെക്റ്റുകൾ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സീറോ റിജക്ഷൻ പോളിസി, എഡ്യൂക്കേഷൻ ഓഫ് CWSN എന്ന് വെച്ചാൽ എന്താണ്? ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഇൻ എ ലീസ്റ്റ് റെസ്ട്രിക്റ്റീവ് എൻവയോൺമെൻറ്റ്, ഫ്ലെക്സിബിൾ ഇൻ പ്ലാനിങ്, ഓൾ ഓഫ് ദി അബവ്. ആൻസർ ഏതാണ്? ആൻസർ ഇവിടെ ഓൾ ഓഫ് ദി അബവ് ആണ്. കാരണം എന്താണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനകത്ത് ഈ പറയുന്ന 3 ആസ്പെക്റ്റുകളും ഉൾക്കൊള്ളുന്നതാണ്. ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് ടു ഡെവലപ്പ് ആൻ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത് ആൻഡ് ദി ഗിഫ്റ്റ്, ടു എൻകറേജ് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് പാരൻസ്, ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, ടു പ്രൊവൈഡ് ഈക്വൽ ആക്സസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസേബിൾഡ്. ആൻസർ നമുക്കറിയാം എന്താണ്? ടു പ്രൊവൈഡ് ഈക്വൽ ആക്സസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. ഇനി അടുത്ത് ആറാമത്തെ ചോദ്യം, കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ഈസ് മെൻറ്റ് ഫോർ ഗിഫ്റ്റഡ് ചിൽഡ്രൻ, സോഷ്യലി ആൻഡ് കൾച്ചറലി ഡിപ്രൈവ്ഡ് ചിൽഡ്രൻ, മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, ലേണിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ. ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ഇവിടെ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് സോഷ്യലി ആൻഡ് കൾച്ചറലി ഡിപ്രൈവ്ഡ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പുതിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പഠിച്ചോളുക. കീ നോട്ട്സ് ഒക്കെ എഴുതി വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. അടുത്ത ഏഴാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്ട്രാറ്റജി ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? മൾട്ടി സെൻസറി ടീച്ചിങ്, പിയർ ട്യൂട്ടറിങ്, Co-operative learning, all of the above. ആൻസർ ഇവിടെ ഏതാണ്? ആൻസർ ഇവിടെ ഓൾ ഓഫ് ദി അബവ് ആണ്. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനകത്ത് ഉപയോഗിക്കാവുന്ന സ്ട്രാറ്റജീസാണ് ഈ പറഞ്ഞ 3 ഇനി അടുത്ത് എട്ടാമത്തെ ചോദ്യം, എക്സ്പാൻഡ് IEDC, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ, integrated education for disadvantaged children, individualized education for disadvantaged children. ആൻസർ ഏതാണ് ഇവിടെ വരുന്നത്? ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ ആണ് കേട്ടോ. അപ്പോൾ IEDC എന്ന് പറയുമ്പോൾ അത് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർമ്മിച്ചോളാം.
അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. IEDC ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ ആണ്. ഇനി അടുത്ത് 9ാമത്തെ ചോദ്യം. ദ എക്സ്പാൻഷൻ ഓഫ് IEDSS ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് ടു സയൻസസ് ആൻഡ് സോഷ്യൽ സയൻസസ്, inclusive education for disabled at secondary stage, integrated education for disabled at secondary stage, none of the above. ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് ആണ്. നമ്മൾ നേരത്തെ നോക്കിക്കേ, ഈ IEDC പഠിച്ചപ്പോൾ അവിടെ എന്തായിരുന്നു? അവിടെ ഇൻ്റഗ്രേറ്റഡ് ആയിരുന്നു ഇല്ലേ? ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ IEDSS വന്നപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് അറ്റ് സെക്കൻഡറി സ്റ്റേജ് ആണ്. ഇത് 2009-2010 കാലഘട്ടത്തിലാണ് വന്നത്. ചോദിക്കാം കേട്ടോ, IEDSSൻ്റെ എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിക്കാം. അത് 2009-2010 സമയത്താണ്. എന്തിന് റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ്? IEDCയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ് IEDSS. അതൊക്കെ ഓർമ്മിച്ച് വെച്ചേക്കണം കേട്ടോ. ഇനി അടുത്ത 10ാമത്തെ ചോദ്യം. Who is known as the father of inclusive education? Alan Bloom, Ovide Decroly, John Dewey, Vygotsky. ആൻസർ ഇതാണ്. ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ആൻസർ വരുന്നത് ഒവൈഡ് ഡെക്രോളിയാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രീവിയസ് ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിസ്സാരമായിട്ട് കളയാൻ പറ്റുന്ന ചോദ്യമല്ല. ഇനി അടുത്ത 11ാമത്തെ ചോദ്യം. Which of the following is not related to the education of children with special need? Zero rejection, least restricted environment, common curriculum, adapted curriculum. ആൻസർ ഇവിടെ ഇതാണ്. ഇവിടെ കോമൺ കരിക്കുലമാണ്. നോക്കിക്കേ, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിൻ്റെ എഡ്യൂക്കേഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് കോമൺ കരിക്കുലമാണ് അല്ലേ? കോമൺ കരിക്കുലം നമുക്ക് എന്തിനകത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അടുത്ത 12ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ് ഈ ഒരു സെക്ഷനിലെ. ദ ഓർഗനൈസേഷൻ NCSE set up to improve the delivery of education services through inclusive education stands for National Council for Special Education, National Council for School Education, National Council for Social Education, National Council for Science Education. ആൻസർ ഇവിടെ ഇതാണ്. ഇവിടെ വന്നേക്കുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. നാഷണൽ കൗൺസിൽ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ്. ഇവിടെ NCSE എന്താണ് എന്ന് പറയുന്നുണ്ട് ചോദ്യത്തിൽ. എന്താണ്? നമ്മളുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനകത്തെ സർവീസസ്, അതായത് എഡ്യൂക്കേഷണൽ സർവീസസ്, ഡെലിവറിയുടെ സർവീസസ്, മറ്റു കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് ഇത്. ഏത് നാഷണൽ ലെവലാണ്? ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നാഷണൽ കൗൺസിൽ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഒരു 12 ചോദ്യങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആയോ എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയ്ക്കായി കാത്തിരിക്കുക.